ഇല്ല, ഞങ്ങള് സഹകരിക്കുന്നില്ല. ഞങ്ങൾ പരസ്യമായിട്ട് കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് തന്നെയാണ് സഹകരിക്കാറ്. മറ്റൊന്നും കൊണ്ടല്ല. ഇതിന്റെ ആവശ്യം എന്താണ് ഇപ്പോ? ഈ ഒരു സംഗമം എന്ത് ഉദ്ദേശത്തിലാണ് നടത്തുന്നത്? കാലാവധി കഴിയാൻ പോകുന്നൊരു സർക്കാർ അവസാനമാണോ ശബരിമലയുടെ വികസനത്തിനെ കുറിച്ച് ഓർമ്മ വന്നത്? കാലാവധി തീരാൻ ഇനി 6 മാസമേ ഉള്ളൂ ബാക്കി. ഇനി എന്ത് പ്ലാൻ നടപ്പാക്കാൻ, ഇത്രയും കാലം നടപ്പാക്കാത്ത എന്ത് പ്ലാനെ നടപ്പാക്കാൻ പോകും? ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, കൂടുതൽ അയ്യപ്പ ഭക്തന്മാരെ ആകർഷിക്കാൻ വേണ്ടി ഒരു സംഗമത്തിന്റെ ആവശ്യമൊന്നുമില്ല. ഇപ്പൊ തന്നെ ധാരാളം പേര് ഇന്ത്യക്കകത്തും പുറത്തുനിന്നും വ്രതാനുഷ്ഠാനങ്ങളോടെ വരുന്നത്. ശബരിമല അമ്പലം ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാക്കരുത്. ഇവിടെ ഒരു ആ, സമുദായ നേതാവ് പറഞ്ഞത്, ടൂറിസ്റ്റുകളെ ആകർഷിക്കാൻ കഴിയുന്ന അയ്യപ്പനെ ടൂറിസത്തിന്റെ ബ്രാൻഡ് അംബാസഡർ ആക്കരുത്. അവിടെ പരിശുദ്ധമായിട്ട് ആ, ദർശനം നടത്തേണ്ട ഒരു വേദിയാണ് ശബരിമല എന്ന് പറയുന്നത്. അവിടെ മുമ്പ് ആചാരാനുഷ്ഠാനങ്ങൾ ലംഘിക്കാൻ സർക്കാർ ശ്രമിച്ചു. അന്ന് സാധിക്കാത്ത കാര്യം ഇപ്പൊ ടൂറിസത്തിന്റെ മറവിൽ നടപ്പാക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. അന്ന് കുത്തി കൊല്ലാൻ നോക്കി നടന്നില്ല, ഇപ്പൊ നക്കി കൊല്ലാൻ വേണ്ടി ഇറങ്ങിയിരിക്കും. ഇത് ഈ രാജ്യത്തെ ഭക്തജനങ്ങൾ തിരിച്ചറിയും. മാത്രമല്ല, അയ്യപ്പന്റെ അവിടെ കാവൽ നിൽക്കുന്നു എന്ന് സങ്കല്പിക്കുന്ന ദ്വാരപാലകന്മാരുടെ സ്വർണം പൊതിഞ്ഞ സ്വർണപ്പാളികൾ തന്ത്രിയുടെ അനുവാദം കൂടാതെ എടുത്ത് ചെന്നൈയിലേക്ക് അയച്ചു. തിരിച്ചു വന്നപ്പോൾ 4 കിലോ ആണ് കുറവ്. അപ്പോ അയ്യപ്പന്റെ സ്വർണം മോഷ്ടിച്ചവർ നടത്തുന്ന സംഗമത്തിൽ പങ്കെടുക്കുന്നവർക്കും അതിന്റെ ശാപം ഏൽക്കുന്നതാണ് എന്റെ അഭിപ്രായം. ഞാൻ 45 കൊല്ലമായിട്ട് ശബരിമല മുടങ്ങാതെ പോകുന്നൊരു ഭക്തങ്ങളൊക്കെ ഞാൻ പറയാം. സ്വർണപ്പാളികൾ കട്ടെടുത്തവരുടെ കൂടെ സഹകരിച്ചാൽ സഹകരിക്കുന്നതിന് അതിന്റെ പാവം ചുമക്കേണ്ടി വരും, ആരാണെങ്കിൽ. അല്ല, അത് നല്ലതാണ്. അപ്പൊ ഞാൻ അദ്ദേഹത്തിന്റെ കാര്യങ്ങളെ കുറിച്ചൊന്നും പറയുന്നില്ല. പക്ഷെ അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കണമെന്നാണ് SNDPയുടെ അഭിപ്രായമെങ്കിൽ അദ്ദേഹത്തിന്റെ മകനൊപ്പം ഉണ്ടോ? മകൻ പങ്കെടുക്കുന്നുണ്ട്. അദ്ദേഹം SNDP യോഗത്തിന്റെ വൈസ് പ്രസിഡന്റ് കൂടിയല്ലേ. ബദൽ സംഗമത്തിൽ പങ്കെടുക്കരുതെന്നും വെള്ളാപ്പള്ളി പറഞ്ഞിട്ടുണ്ട്. അത് മകൻ ബദൽ സംഗമത്തിൽ പങ്കെടുക്കില്ല എന്ന് എന്താ ഉറപ്പ്? അപ്പൊ ആദ്യം ഈ സഭയിലെ അംഗങ്ങളെ ഉപദേശിച്ചിട്ട് പോരെ ഞങ്ങളെ ഉപദേശിച്ചു. അത്രയും പറഞ്ഞു. യോഗി ആദിത്യനാഥിന് ഒരു കത്തയച്ചു, പങ്കെടുക്കുന്നതിന് ക്ഷണക്കത്തയച്ചു. അതിന് അദ്ദേഹം തിരിച്ച് ആശംസ അറിയിച്ചുകൊണ്ടൊരു മറുപടി കത്തയച്ചു. അതായത് അയ്യപ്പ സംഗമത്തിന്റെ ലക്ഷ്യം നിറവേറപ്പെടട്ടെ എന്ന ആശംസയാണ് ആ കത്ത് പുറത്തു വന്നത്. അല്ല, യോഗി ആദിത്യനാഥിന്റെ കാര്യം ഞങ്ങൾക്ക് അന്വേഷിക്കേണ്ട കാര്യം. യോഗി ആദിത്യനാഥിന്റെ നിലപാടിനെ കുറിച്ച് ഇന്ത്യ സഖ്യത്തിന്റെ നിലപാട്, ആ സഖ്യം തന്നെ, ആ അഭിപ്രായം തന്നെ ഞങ്ങൾക്ക്. യോഗി ആദിത്യനാഥിനെ ഇവിടെ ഒരു രീതിയിലും അംഗീകരിക്കില്ല എന്ന് പറഞ്ഞത് സർക്കാരാണ്. അല്ല, അത് ആരും പറഞ്ഞ് അംഗീകരിക്കുന്നില്ല. ഇത് രഹസ്യ ബാന്ധവുണ്ടല്ലോ. അതല്ലേ ഗവർണർ പറഞ്ഞത്, എന്റെ സഹോദരനാണ് മുഖ്യമന്ത്രി. അതിൽ തന്നെ എല്ലാം അടങ്ങിയിട്ടുണ്ട്. ആ സഹോദര ബന്ധം പഞ്ചായത്തിലും അസംബ്ലിയിലൊക്കെ കാണാം. ആ സഹോദര ബന്ധം അത് ഞങ്ങൾ തുറന്നു കാണിച്ചുകൊണ്ട് തന്നെയാണ് പ്രചരണം നടത്താൻ പോകുന്നത്. അല്ല, അതില് വളരെയധികം ആശങ്കകളുണ്ട്. കാരണം ഈ വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ പേരിൽ വിദേശ രാജ്യങ്ങളിൽ ജോലിയെടുക്കുകയും എന്നാൽ ഇലക്ഷൻ കാലത്ത് കൃത്യമായി നമ്മുടെ നാട്ടിൽ വന്ന് വോട്ട് ചെയ്യുകയും ചെയ്യുന്ന ഗൾഫിലുള്ള വോട്ടർമാരെ പോലും നീക്കം ചെയ്യാനുള്ള ഒരു ഗൂഢശ്രമമാണോ എന്ന് ഞങ്ങൾ സംശയിക്കുന്നത്. അതിനെന്താണ് ഇത്ര തിരക്കിട്ട് കേരളത്തിനോട് ഇത്ര സ്നേഹം? ഇപ്പൊ വോട്ടർ പട്ടിക പരിഷ്കരണം മറ്റേ ബീഹാറിൽ കഴിഞ്ഞ അടുത്ത 2ാമത്തെ സ്റ്റേറ്റ് ആയിട്ട് കേരളത്തിനെ തെരഞ്ഞെടുത്തിട്ടുള്ള. അതിന്റെ അർത്ഥം എന്താ? പ്രത്യേകിച്ച് ലോക്കൽ ബോഡി ഇലക്ഷൻ നടക്കാൻ പോവാണ്. ഇപ്പൊ കേരള നിയമസഭ ഞാൻ മനസ്സിലാക്കുന്ന യുനാനിമസ് ആയിട്ട് പ്രമേയം കൊണ്ടുവരാൻ പോവാണ്. നിയമസഭ ഒറ്റക്കെട്ടായി. ഈ സന്ദർഭത്തിൽ പരിഷ്കരണം ഇവിടെ ഇപ്പൊ നടത്തരുത്. ഇപ്പൊ മരിച്ചുപോയവരുടെ വോട്ടൊക്കെ ഉണ്ട്, അത് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി കേരളത്തിലെ എല്ലാ മുന്നണിക്കാരും സമീപിക്കുന്നുണ്ടല്ലോ. ഇപ്പൊ ഒരു സമഗ്ര പരിഷ്കരണം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം 2002 മുതൽക്ക് ശേഷം ചേർന്ന എല്ലാ വോട്ടർമാർക്കും വീണ്ടും പുതുക്കണം. ഇപ്പൊ ഞാന് 2001 ഞാൻ വോട്ട് ചെയ്ത നിയോജകമണ്ഡലം എന്ന് നിലവിലില്ല. ഞാനിപ്പോഴും ആ 2001 ഞാൻ കോഴിക്കോട് 1ാം നിയോജകമണ്ഡലത്തിലെ വോട്ടറായിരുന്നു. ഇന്ന് ആ 1ാം നിയോജകമണ്ഡലം തന്നെ ഇല്ല. ഞാനിവിടെ 2013 മുതൽ വട്ടിയൂർക്കാവിലെ വോട്ടറാണ്. പക്ഷെ ഞാൻ ഇനി വോട്ട് വീണ്ടും പുതുക്കണം. ഇപ്പൊ എന്റെ മക്കളൊക്കെ പല സ്ഥലത്താണ്, അവർക്കൊക്കെ വോട്ട് തിരുവനന്തപുരത്താണ്.
ഇനി പറയണം അവര് സ്ഥിരതാമസോടെ ഇല്ല എന്ന് പറഞ്ഞാൽ ആ വോട്ടുകാരെ നീക്കം ചെയ്യിക്കും ഇവര്. അപ്പൊ ഇത് ഒരു അപകടമായിട്ടുള്ള ഒരു രീതിയാണ്. അത് നമ്മുടെ ജനാധിപത്യത്തിന്, പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളിലുള്ളവര് അവിടെ പ്രവാസി വോട്ട് വേണമെന്ന് ആവശ്യപ്പെടുമ്പോൾ ഉള്ള വോട്ട് പോലും കളയോ എന്നുള്ള ഭയമാണ് ഇന്ന് പൊതുവെ കേരളത്തിൽ. അതുകൊണ്ടാണ് അല്ല, നിയമസഭയിൽ ഞങ്ങൾ യോജിച്ച് തന്നെ പ്രമേയം പാസ്സാക്കും. അല്ല, അത് ഇപ്പൊ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടില്ല. ഇല്ല, അതിനെക്കുറിച്ച് ഇപ്പൊ ആലോചിച്ചിട്ടില്ല. ഞങ്ങൾ ഇന്ത്യ സഖ്യത്തിന്റെ ദേശീയ നേതൃത്വത്തിന്റെ എന്താണോ നിലപാട് അത് ഞങ്ങൾ ഇവിടെ കേരളത്തിലും പ്രവർത്തിക്കും. കാരണം ഇതൊരു ജനാധിപത്യത്തിന് അട്ടിമറിക്കുന്ന ഒരു പ്രോസസ്സാണ്. ഇതൊരിക്കലും സംഭവിച്ചുകൂടാ. ഒരു ബീഹാർ മോഡലും മറ്റേ മഹാരാഷ്ട്ര മോഡലൊക്കെ കേരളത്തിൽ അക്സെപ്റ്റ് ചെയ്യാൻ നിന്നാൽ അത് വളരെയധികം ദോഷവും ഉണ്ടാകും. ഇപ്പോൾ തന്നെ വോട്ട് ചോരി ഇപ്പോഴാണ് പുറത്തു വന്നത്. തൃശ്ശൂര് നേരത്തെ പുറത്തു വന്നു ഈ കാര്യം. അപ്പോ കേരളം ഒരിക്കലും നമ്മൾ വിചാരിക്കണ്ട ഇതൊന്നും കേരളത്തിനെ ബാധിക്കില്ല. എന്തും ചെയ്യാൻ കേന്ദ്രം ഭരിക്കുന്നവർ തയ്യാറെടുത്ത് നിൽക്കുക. അതുകൊണ്ട് വളരെ കെയർഫുൾ ആയിട്ട് നീങ്ങേണ്ട ഒരു സാഹചര്യമാണ്. എല്ലാ ജനാധിപത്യ മതേതര കക്ഷികളും ഒരുമിച്ച് നിൽക്കാൻ എന്നാണ് കോൺഗ്രസിന്റെ ഉണ്ട്. അതിൽ പാർട്ടിയുടെ പ്രതിനിധികളൊക്കെ പങ്കെടുക്കുന്നു. ഞങ്ങൾ നിലപാടറിയും. അല്ല, രാഷ്ട്രീയം ഞാൻ പറയാം, രാഷ്ട്രീയത്തിനെ രാഷ്ട്രീയമായി കാണുന്നതിന് പകരം ഒരു പുതിയ വൃത്തിയട്ട സംസ്കാരം ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. ആരെക്കുറിച്ചും അധിക്ഷേപം. അത് രാഷ്ട്രീയത്തിന് ഭൂഷണമല്ല, പൊതുരംഗത്ത് ഭൂഷണമല്ല. ആർക്കെതിരായിട്ടില്ല. അതിനോട് 1% യോജിക്കുന്ന ഒരാളല്ല ഞാൻ. എന്തൊക്കെ വിഷയം ഞാൻ പറയുന്നത്, ഇങ്ങനെ അധിക്ഷേപം നടത്തുന്ന ഇപ്പൊ പലർക്കെതിരായിട്ടും നടത്തുന്നുണ്ട്, ടീച്ചർക്കെതിരായിട്ട് മാത്രമല്ല. ഇന്നലെ ഒരു ഞരമ്പ് രോഗിയായിട്ടുള്ള ഒരു BJP നേതാവ് എന്നെ പറ്റിയിട്ട് എന്തൊക്കെയോ തോന്നിയൊക്കെ പറഞ്ഞു. അത് ഇതൊക്കെ ഞാൻ ആരും പേരൊന്നും പറയുന്നില്ല. എന്തിനാ പേര് പറഞ്ഞു ഇവരുടെയൊക്കെ പേര് വലുതാക്കുന്നുണ്ട്. ഒരു ഭാഗത്തു നിന്ന് എല്ലാം മാക്സിമം വാങ്ങിച്ച് കീശയിൽ ഇട്ടിട്ട് മറുഭാഗത്തേക്ക് ആടുന്ന അദ്ദേഹത്തിന്റെ ഞാൻ വേറൊന്നും പറയുന്നില്ല. അപ്പൊ ഞാൻ പറയുന്നത് ഇതൊരു വൃത്തിയട്ട സംസ്കാരത്തിലേക്ക് എത്തി. ആരെക്കുറിച്ച് എന്തും പറയാവുന്ന രീതി അത് നമ്മൾ പ്രോത്സാഹിപ്പിച്ചാൽ കേരള രാഷ്ട്രീയം മുഴുവൻ ഇതുപോലെ ഒരു സെക്സ് ഉള്ള അന്തരീക്ഷമായിട്ട് മാറും. അങ്ങനെ വരുമ്പോൾ ദോഷം എന്താ അറിയും? ഇപ്പോൾ തന്നെ യുവതലമുറയ്ക്ക് രാഷ്ട്രീയത്തിനോടുള്ള പ്രാമുഖ്യം കുറഞ്ഞു വരും. ഈ ഫീൽഡ് മോശമെന്ന് പറഞ്ഞ എല്ലാ പാർട്ടിക്കാരും എതിരായിട്ട് ഇത് ഞാൻ പറഞ്ഞില്ല. പക്ഷെ ഇങ്ങനത്തെ ആരുണ്ടെങ്കിലും ശരി, ആരെങ്ങനെ പ്രവൃത്തി ചെയ്താലും അതിനെതിരെ നടപടി.